Do you want to know about microcontroller? I will help you. Please watch video completely by MS Babu. എല്ലാവർക്കും നമസ്കാരം. പിക് പ്രോഗ്രാമിംഗ് എന്ന പഠന വിഷയം ഒന്നോ രണ്ടോ വീഡിയോയിലൂടെ വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. വേണ്ടി രണ്ടു കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ കാണണം. രണ്ട്, ആദ്യ തവണ വീഡിയോ മുഴുവൻ സമയം കണ്ടതിന് ശേഷം പിന്നീട് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കണ്ടാൽ മതി. വിഷയത്തിൽ സംശയങ്ങൾ അഥവാ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ എഴുതുക. ഈ വിഷയം ഏറ്റവും ലളിതമായ വിവരണങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ ഒട്ടും താമസിക്കരുത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത വീഡിയോയിൽ പരിഹരിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശരി, ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ കോഡിംഗ് പഠിക്കാനായി തിരഞ്ഞെടുക്കുന്ന വിഷയം വാട്ടർ ലെവൽ കൺട്രോളർ ആണ്. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വാട്ടർ ലെവൽ കൺട്രോളർ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മാത്രമാണുള്ളത്. അത് പിറവിയെടുക്കാൻ പോകുന്നതേയുള്ളൂ. അതിന്റെ ആദ്യഘട്ടമാണ് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ആവശ്യങ്ങൾ അക്കമിട്ട് എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. നിങ്ങൾ കുളിക്കാൻ ബാത്റൂമിൽ കയറുന്നു, ടാപ്പ് തുറക്കുന്നു, പക്ഷെ വെള്ളം വരുന്നില്ല. ഉടൻ വാട്ടർ ടാങ്ക് കാലിയായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഉടൻ കിണറിന്റെ സമീപത്തേക്ക് പോകുന്നു. എന്താണ് അവിടെ കാണുന്നത്? കിണറിന് സമീപത്തായി ഒരു പമ്പ് സെറ്റും ഒരു സ്വിച്ച് ബോർഡും ഫിറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് വരുന്നവരെ കാത്തിരിക്കണം. നിങ്ങൾ വീണ്ടും ബാത്റൂമിലേക്ക് കയറി കുളിക്കാൻ തുടങ്ങുന്നു. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ടാങ്ക് ഓവർഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റാരെങ്കിലും കണ്ട് ഓഫ് ചെയ്താൽ ആയി, അല്ലെങ്കിൽ ഇല്ല. നിങ്ങൾ തന്നെ ഓഫ് ചെയ്യുന്നു. അപ്പോഴേക്കും കുറെ കറണ്ടും വെള്ളവും നഷ്ടപ്പെട്ടിരിക്കും. പെട്ടെന്ന് ഇതൊരു ചെറിയ നഷ്ടമാണെന്ന് ധരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഒരു ദിവസത്തെ നഷ്ടം × 365 ദിവസം = ആകെയുള്ള നഷ്ടം ഭീമമായിരിക്കും. അതിനാൽ ഈ നഷ്ടം നികത്തുന്നതിനും ഭാവിയിൽ ഒരിക്കലും ബാത്റൂമിലും മറ്റും വെള്ളം തീർന്നുപോയി എന്ന അവസ്ഥ വരാതിരിക്കാനുമാണ് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളർ എന്ന ഈ ഉപകരണം നിർമ്മിക്കുന്നത്. ശരി, ഒരു പേപ്പറും പേനയും കയ്യിലെടുത്തോളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ അക്കമിട്ട് ഒന്നൊന്ന്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം. വീടിന് മുകളിൽ വച്ചിരിക്കുന്ന വാട്ടർ ടാങ്കിൽ വെള്ളം കാലിയാവുമ്പോൾ ഉടൻ മോട്ടോർ ഓൺ ആവണം. ഒന്നാമത്തെ ആവശ്യം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ആവശ്യം, ടാങ്കിൽ വെള്ളം നിറഞ്ഞാൽ ഓവർഫ്ലോ ആകാതെ ഉടൻ മോട്ടോർ ഓഫ് ആവണം. ഈ രണ്ടു കാര്യങ്ങൾ മാത്രം മതിയെങ്കിൽ വെറും 10 രൂപ വരെയുള്ള 555 എന്ന IC ഉപയോഗിച്ചും നമുക്ക് നിർമ്മിക്കാം. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോൾ പഠിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആ ഭാഗം വിട്ടേക്കാം. ബാക്കി കുറച്ച് ആവശ്യങ്ങൾ കൂടി എഴുതി ചേർക്കാം. ഈ 555ന്റെ ഈ സെക്ഷൻ നമ്മൾ ഒഴിവാക്കുന്നു. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ട് മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ആവശ്യം, ഡ്രൈ റൺ എന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ സാധാരണ കിണറുകളിൽ നിന്നും
താഴെ സെറ്റ് ചെയ്ത ടാങ്കിൽ നിന്നുമാണ് മുകളിലെ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നത്. അതിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥ വരുന്ന അവസ്ഥയാണ് നമ്മൾ ഡ്രൈ റൺ എന്ന അവസ്ഥ എന്ന് വിളിക്കുന്നത്. ഡ്രൈ റൺ എന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ മോട്ടോർ പെട്ടെന്ന് ഓഫ് ആകേണ്ടതുണ്ട്, അല്ലെങ്കിൽ വൈൻഡിങ് കോയിൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. നാലാമത്തെ അവസ്ഥ ലോ വോൾട്ടേജ് എന്ന അവസ്ഥ. ലോ വോൾട്ടേജോ ഹൈ വോൾട്ടേജോ വരുമ്പം മോട്ടോറിന് കംപ്ലൈൻ്റ് ആണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ കൺട്രോളർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു അവസ്ഥ എഴുതുകയാണ്. ലോ വോൾട്ടേജ് എന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ മോട്ടോറിൻ്റെ വൈൻഡിങ് കോയിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്ത് സംഭവിക്കുന്നത്, ഹൈ വോൾട്ടേജ് എന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ വൈൻഡിങ് കോയിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ, 5 കാര്യങ്ങൾ എഴുതി. ഇനി ആറാമത്തെ ഒരു ആവശ്യം, നമ്മൾ കാര്യങ്ങൾ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു LCD ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമായി. നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത് ടാങ്ക് ഫുൾ, ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ടാങ്ക് ഫുൾ, ടാങ്ക് കാലിയാൽ ടാങ്ക് എംപ്റ്റി. ലോ വോൾട്ടേജ് ആണെങ്കിൽ ലോ വോൾട്ടേജ് എന്ന് എഴുതി കാണിക്കുന്നു. ഇത് പ്രകാരം ഓരോ കാര്യങ്ങളും ഡിസ്പ്ലേ എഴുതി കാണിക്കുമ്പോൾ നമുക്ക് ദൂരെ നോക്കിക്കൊണ്ട് തന്നെ എന്താണ് മോട്ടോറിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശരി, അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. നന്നായി എഴുതി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ ആദ്യമായി ഒരു ആശയം രൂപീകരിക്കുന്നു. പിന്നീട് ആ ആശയത്തെ വ്യക്തമായി ഒരു ഉൽപ്പന്നമായി ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവിടെ എടുത്തിരിക്കുന്നത് വാട്ടർ ലെവൽ കൺട്രോളർ എന്ന ഒരു ഉപകരണം നിർമ്മിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ചു കഴിഞ്ഞു. അടുത്തതായി വരുന്ന സംശയം, ഇതിനുവേണ്ടി ഏത് മൈക്രോ കൺട്രോളർ തിരഞ്ഞെടുക്കണം എന്നതാണ്. ആ ഭാഗം ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് തന്നെ പറയാം. അതിനു മുന്നോടിയായി ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. അത് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ മൈക്രോ കൺട്രോളർ തിരഞ്ഞെടുത്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു എന്ന് കരുതുക. അവ ഇവയൊക്കെയാണ്: ഒരു 2 വീലർ, ഒരു കാർ, ഒരു ലോറി, ഒരു ബസ്. ഇങ്ങനെ 4 വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഇതിലേത് വാഹനം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം, തൊട്ടടുത്ത ഒരു കടയിൽ, ഏതാണ്ട് 100 മീറ്റർ അകലെയുള്ള കടയിൽ നിന്നും 1 കിലോ പഞ്ചസാര വാങ്ങണം എന്നതാണ് വിചാരിക്കുക. ഈ സമയത്ത് നിങ്ങൾ ഏത് വാഹനത്തിൽ പോകുവാൻ തീരുമാനിക്കും? സ്വാഭാവികമായും നിങ്ങൾ 2 വീലർ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ 1 കിലോ പഞ്ചസാര വാങ്ങുവാൻ ലോറിയിൽ പോയില്ല? ഉത്തരം നിങ്ങൾക്കറിയാം. മറിച്ച് ഒരു ലോഡ് ഇഷ്ടിക അഥവാ ഹോളോ ബ്രിക്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലോറി തന്നെ തിരഞ്ഞെടുത്തേനെ. ഇതിനെയാണ് ഡിസ്ക്രിമിനേഷൻ പവർ, വിവേചന അധികാരം എന്ന് പറയുന്നത്. ഇതേ ലോജിക് തന്നെയാണ് മൈക്രോ കൺട്രോളർ തിരഞ്ഞെടുക്കുമ്പോഴും പാലിക്കേണ്ടത്. അടുത്തത് ICയുടെ കാര്യത്തിൽ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കാം. നിങ്ങൾ തിരഞ്ഞെടുത്ത അഥവാ ഡിസൈൻ ചെയ്യുന്ന സർക്യൂട്ടിന് എത്ര കണക്ഷനുകൾ ആവശ്യമുണ്ടോ, നിങ്ങൾ പേപ്പറിൽ അക്കൗണ്ട് എഴുതിയപ്പോൾ നിങ്ങൾ അവിടെ കണ്ടിരിക്കുന്ന 5-6 ആവശ്യങ്ങളാണ്. അതിനനുസരിച്ച് അഥവാ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പിന്നുകളുള്ളതും വിലക്കുറവ്, ഗുണമേന്മ, ക്വാളിറ്റി ഉള്ളതും മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നതുമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന IC. മാത്രമല്ല, നിങ്ങൾ തിരഞ്ഞെടുത്ത IC പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന പ്രോഗ്രാമർ എന്ന ഉപകരണവും കയ്യിലുണ്ടായിരിക്കണം എന്നത് പ്രത്യേകമായി ഓർക്കണം. പ്രോഗ്രാമറുകൾ, കമ്പൈലറുകൾ എന്നിവയെക്കുറിച്ച് സന്ദർഭോചിതമായി തുടർ അധ്യായങ്ങളിൽ ഞാൻ വിശദമായി വിവരിക്കുന്നുണ്ട്. ശരി, വിഷയത്തിലേക്ക് കടക്കാം.